सोचने के लिए तैयार होंगे तो ഇൻ आप जीवन के जो असमंजस की अवस्थाएं हैं वे बदल जाएगी। ഇന്ന് ഞാൻ ചിന്തിക്കുന്ന ഈ വിഷയം നിങ്ങൾ കാര്യമായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന പ്രൈസ് ലോഡ് കാര്യങ്ങൾ പ്രൈസ് ലോഡ് ആ അൺസർട്ടനിറ്റി മാറി കിട്ടും. और आज जो बातों को मैं आपको बताने जा रहा हूं उसके प्रति आप ध्यान पूर्वक विचार करेंगे तो आपके जीवन में जो असमंजस की अवस्थाएं हैं वो बदल जाएगी। അനിശ്ചിതത്വം, അതായത് അനിശ്ചിതത്വം മാറിക്കിട്ടും. നാളെ എന്തോ ആയി തീരും, ആ ആകുല ചിന്ത ജീവിതത്തിൽ മാറിക്കിട്ടും. आपके जीवन में कल क्या होगा इसके प्रति जो सोच है व्याकुलता है वो बदल जाएगी। അതുകൊണ്ട് ഈ സന്ദേശം മുഴുവൻ കേട്ടതിന് ശേഷമേ നിങ്ങൾ ഇവിടുന്ന് മാറാവൂ. और इसलिए ये संदेश पूरी सुनने के पश्चात ही आप यहाँ से चले जाना। എവിടെങ്കിലും കുറച്ച് കേട്ടിട്ട് തോംസൺ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ലെന്ന് പറയരുത്. और आधा अधूरा बातों को सुनकर उसके पश्चात थॉमसन पास्टर ने ऐसा कहा ये सही नहीं हुआ, ऐसे फिर बोलना नहीं है। എനിക്കറിയാം ഈ വിഷയം നെക്സ്റ്റ് 45 മിനിറ്റ്സ് കൊണ്ടൊന്നും അല്ലെന്ന് എങ്കിലും ഞാൻ നിങ്ങളെ ചിന്തിപ്പിക്കാൻ ആഗ്രഹിക്കുക. मैं जानता हूं ये मैं जो कहने वाला विषय हूं अगले 45 मिनट में खत्म तो नहीं कर पाऊंगा, परंतु मैं आपको सोचने में मजबूर करूंगा। പ്രൈസ് ലോർഡ്. അപ്പൊ ആ വിഷയം അത്ര ഗൗരവമുള്ളതാണ്. तो ये विषय जो है उतना ही महत्वपूर्ण एक विषय है। നമ്മുടെ മുൻപിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പലപ്പോഴും നമ്മുടെ മുമ്പിൽ കയറി വരും. कई बार हमारे जीवन में कई सवाल उठकर आ जाते हैं। ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്തുകൊണ്ട് കർത്താവെ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കാത്തവർ വളരെ വിരളമാണ്, ചുരുക്കമാണ്. जीवन में कम से कम एक बार भी तो क्यों परमेश्वर मेरे साथ ऐसा हो रहा है ऐसे सवाल करने वाले बहुत कम होते हैं। ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾ വീണ്ടും പഠിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഒരിക്കൽ പോലും ചോദിക്കത്തില്ല എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്. आज मेरे जो मनन करने का विषय है उसको यदि आप अपने जीवन में सोच विचार करेंगे तो उसके पश्चात आप कभी भी ये सवाल नहीं करें कि परमेश्वर क्यों मेरे जीवन में ऐसी समस्याएं हैं। ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് അതിന്റെ സബ്ജക്റ്റിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. और मैं आज जो बताने जाने वाला विषय है उसके शीर्षक के विषय में मैंने पिछले दिनों में ग्रुप में आप लोगों से बताया हुआ है। യു ആർ ചോസൺ വൺ. आप परमेश्वर की ओर से चुने हुए हैं। ഞാൻ ഇത് തന്നെയായിരുന്നു പാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസത്തെ പാസ്റ്റേഴ്സ് സെമിനാറിൽ എടുത്ത ക്ലാസ്. यही विषय जो है मैंने पिछले दिनों में पासवानों की जो सेमिनार था उसमें मैंने उनके बीच में एक विषय अध्ययन किया था। നമ്മുടെ വീടുകളിൽ പല ഉപകരണങ്ങളുണ്ട്, പാത്രങ്ങളുണ്ട്. हमारे घर में कई ऐसे वस्तु हैं, कई ऐसे बर्तनें पाई जाती हैं। ചിലത് വാഷ്റൂമിൽ വെക്കാൻ ഉപയോഗിക്കുന്നു, ചിലത് ഷോക്കേസിൽ വെക്കാൻ ഉപയോഗിക്കുന്നു. कई ऐसे बर्तन जो हैं वो वॉशरूम में उपयोग में लेकर आते हैं, परंतु कई ऐसी वस्तुएं हैं जो हम दिखाने के लिए उस कांच के अंदर हम उसको रखते हैं। ചിലത് കിച്ചണിൽ ഉപയോഗിക്കുന്നു, ചിലത് ഹാളിൽ ബെഡ്റൂമിൽ ഉപയോഗിക്കുന്നു. कई ऐसी वस्तुएं जो हैं हम रसोई घर में उपयोग करते हैं, तो कई ऐसे वस्तु हम जो है हमारे बेडरूम में उपयोग करते हैं। എനിക്ക് നിങ്ങളുടെ ഒരു ചോദ്യമുണ്ട്. ആ വയ്ക്കുന്ന സാധനത്തിന്റെ റോൾ എന്താണ് അത് അവിടെ ഇരിക്കാൻ? और मेरे आपसे एक सवाल है कि आप जिस वस्तु को जहां रखते हैं उसकी भूमिका क्या है कि आप उसको वहां रख रहे हैं। ആ വസ്തുവിന് യാതൊരു റോളുമില്ല അത് അവിടെ എത്തിച്ചേരാൻ. और उस वस्तु का कोई भूमिका नहीं होती कि वो वहां तक पहुंचने पाए। ആ വീടിന്റെ ഉടമസ്ഥന്റെ താല്പര്യമാണ് ഓരോന്നും എവിടെ ആയിരിക്കണം, ഈ ഭവനത്തിന് എങ്ങനെ അലങ്കാരമായി തീരും, എങ്ങനെ ഉപയോഗമായി തീരും നിശ്ചയിക്കുന്നത് ആ വീടിന്റെ ഉടമസ്ഥനാണ്. वो वस्तु का कोई भूमिका नहीं, परंतु वो घर का मालिक का इच्छा रहता है कि कौन सी वस्तुओं को कहाँ पे रखना है, कौन सी वस्तु को किस प्रकार उपयोग करना है। ആ വസ്തു അവിടെ ഇരുന്നു കൊണ്ട് ആ ഉപകരണം
ആ പീസ് അവിടെ ഇരുന്നു കൊണ്ട് പറയുക, എന്നെ മാത്രം, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ വല്ല അർത്ഥമുണ്ടോ അതിനകത്ത്? वो वस्तु वहां पर रहकर या उस उपकरण वहां पर रहकर इस प्रकार से यदि शिकायत करते बैठे कि मुझे ही केवल ऐसा क्यों, ऐसे यदि बोलने से क्या कोई अर्थ होगा? ഞാൻ പല രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യുമ്പം അവിടുന്ന് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടിട്ട് ഷോക്കേസ് വെക്കും, അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ആ സ്ഥലത്തിന്റെ പേര് എഴുതിയത്. और मैं कई ऐसे देशों में जब मैं जाकर आता हूँ तो वहां से वहां उस देश के याद में कुछ वस्तुओं को लेकर आकर मैं अपने शोकेस में रखता हूँ ताकि मैं उस जगह के बारे में याद कर सकूं। സാധിക്കുന്നിടത്തോടെ അവിടുത്തെ രാജ്യത്തിന്റെ ഫ്ലാഗ്, ചെറിയ ഫ്ലാഗ് ഞാൻ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ വെച്ചേക്കും, ഇവിടെ വെച്ചിട്ടുണ്ട്. जितना संभव है मैं उस राष्ट्र का एक ध्वजा लेकर आकर मैं अपने शोकेस में रखता हूँ ताकि मैं उसके बारे में याद कर सकूं। അത് അവിടെ ഇരുന്നുകൊണ്ട് പറയാ, എന്നെ എന്തിനു എന്നും എന്തിനാ ഇവിടെ വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ വല്ല കാര്യമുണ്ടോ? और वो वस्तु यहाँ बैठकर इस प्रकार से सवाल करे कि मुझे क्यों यहाँ पर हर दिन रखा गया है, ऐसे सवाल करने से क्या कोई अर्थ है? ഇന്ന് നിങ്ങളുടെ പേര് വീണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പേരുണ്ടല്ലോ. आज आप सभी को एक एक नाम दिया गया है। ആ പേരിന് വീണതിന് നിങ്ങളുടെ റോൾ എന്താണ്? वो नाम आपके ऊपर पड़ने के लिए आपकी भूमिका उसमें क्या थी? നിങ്ങളൊരു ഭവനത്തിൽ ജനിച്ചു, ആ ഭവനത്തിൽ ജനിക്കുവാൻ വേണ്ടി നിങ്ങളുടെ റോൾ എന്താണ്? आप एक घराने में जन्म लिए हैं, लेकिन उस घराने में जन्म लेने के प्रति आपकी भूमिका क्या रही? അപ്പൊ ഇതൊന്നും നമ്മുടെ ഇഷ്ടം കൊണ്ടോ നമ്മുടെ താല്പര്യം കൊണ്ടോ അല്ല ഉണ്ടാകുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തനായ ദൈവത്തിന്റെ കരമാണ് പ്രവർത്തിക്കുന്നത്. इसमें एक बात हमें याद रखना है कि ये कोई हमारी इच्छा या हमारी मर्जी से नहीं, परंतु वो सर्वशक्तिमान परमेश्वर का एक आमीन कार्य है जो हम अपने जीवन में अनुभव करते हैं। ഈ ഒരു ഏരിയ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. और इस क्षेत्र में आप अपने विषयों को समझने के लिए आप कोशिश करें। ഇന്ന് ഞാൻ ഏത് അവസ്ഥയിലായിരിക്കുന്നുവോ അത് ദൈവത്തിന്റെ, എന്നെ സൃഷ്ടിച്ച കർത്താവിന്റെ നിശ്ചയമാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, അതിലങ്ങനെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വറിയേണ്ട ആവശ്യമില്ല. എന്നെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഉണ്ട്. आज मैं जिस परिस्थिति में हूँ या जिस आमीन अवस्था में हूँ, ये यदि परमेश्वर की ओर से नियुक्त है तो मुझे उस विषय के प्रति चिंता करने की आवश्यकता नहीं। हमारे जीवन को प्रभु के हाथों में सौंप दें, वो परमेश्वर उसके आगे कार्यों को करेगा। ഒരു മനുഷ്യനെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ അവസാനം എന്ന് പറയുന്നത് അവന്റെ ഒരു മനുഷ്യായുസ് കൊണ്ടേ മനസ്സിലാകത്തുള്ളൂ. एक मनुष्य के विषय में परमेश्वर की योजनाओं का पूरा पूरा एक समझ उसकी एक जीवन काल के अंत में ही उसे ये बात को पता चलेगा। അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നാം അമിതമായി സന്തോഷിക്കുകയോ എന്തെങ്കിലും ചെറിയ ചെറിയ നമ്മുടെ താല്പര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ദുഃഖിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. इसलिए कई बार हमारे जीवन में छोटी छोटी आशीषों को जब हम अपने जीवन में प्राप्त करते हैं तो उसमें अत्यंत आनंदित होना, या फिर कोई ऐसे दुखद अनुभव को हम अपने जीवन में पाते हैं तो उसी में दुखी होना, ऐसे चीजों से हम बचे रहें। കാരണം ഞാനെന്ന് പറഞ്ഞ വ്യക്തിയും കൊണ്ട് ദൈവത്തിനൊരു ഇറ്റേണൽ പ്ലാൻ, അനന്തകാല പ്ലാൻ, ആദി മുതൽ അവസാനം വരെ ആദിയും അവസാനമില്ല ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെന്ന് നാം മനസ്സിലാക്കുക. तो कारण यह है क्योंकि मैं जो व्यक्तित्व हूँ वो व्यक्तित्व से परमेश्वर को एक अनंतता का योजना है और उस कार्यों को हम अपने जीवन में बेहतर समझ जाना है। ആ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നാം പിറുപിറുക്കാതെ പരാതി പറയാതെ ദൈവമേ എന്നെ കുറിച്ചുള്ള ദൈവം നിന്റെ ഉദ്ദേശത്തിനായി സ്തോത്രം എന്ന് പറയാൻ സാധിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് സമാധാനമാണെന്നറിയാം. और उस परिस्थिति में बैठकर बिना कुड़कुड़ाए, बिना कोई शिकायत कहे परमेश्वर को धन्यवाद करने के लिए यदि हमारे जीवन से संभव है तो हमारे जीवन कितनी आशीषित हो जाएगी। പ്രകാശം പാസ് 3 മാസമായിട്ട് റെസ്റ്റിലാണ്. ഒരു സർജറി കഴിഞ്ഞിട്ട് കഴിഞ്ഞ നാളുകളിൽ ചെയ്യുന്നപ്പോൾ എനിക്ക് ഓടി നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടാതെ ഇതിന്റെ മേൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഈ 3 മാസത്തിനുള്ളിൽ എന്തോ പ്രശ്നത്തിൽ ദൈവം എന്നെ ഒഴിവാക്കുക എന്ന് ചിന്തിച്ചാൽ നമുക്ക് എത്രമാത്രം സന്തോഷമായിരിക്കും.
प्रकाशम पास्टर जो हैं 3 महीने से आराम कर रहे हैं। उनका एक सर्जरी होने के पश्चात वे अभी विश्राम में हैं। तो ये ना सोचे कि मैं बहुत कुछ काम कर सकता था परंतु मैं अभी ऐसे ही बैठा हूं, परंतु ऐसे समझे कि परमेश्वर कुछ ऐसी बड़ी चीजों से मुझे बचाया है और प्रभु अपने जीवन से, मेरे जीवन से कुछ बड़ी योजनाओं को रखता है। तो कितना धन्य हमारा जीवन बन जाएगा। കഴിഞ്ഞ 10-12 ദിവസമായിട്ട് ഞാൻ എൻ്റെ കാലിലൊരു മൈനർ സർജറി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്തിയാ നടക്കുന്നേ. और पिछले 10-12 दिन से मेरे पैर में एक छोटी सी सर्जरी करने के पश्चात मैं भी ऐसे आधा लंगड़ा कर चल रहा था। ഞാൻ ചിന്തിക്കുക കഴിഞ്ഞ 65 വർഷം ഞാൻ ഓടി നടന്നതാ. എന്താ എൻ്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? 65 വർഷം യാതൊരു പ്രശ്നവുമില്ലാതെ നടക്കാവുന്ന വിധത്തിൽ ഓടി നടന്നിട്ട് ഇന്ന് ഈ 10-12 ദിവസം എവിടെയെങ്കിലും ഇരുത്തുന്നതാണോ നമ്മുടെ വിഷയം? मैं ऐसे सोचने लगूं कि मैं पिछले 65 साल तक बहुत भाग दौड़ किए हुए व्यक्ति हूं। अब देखो पिछले 12 दिन से मैं ऐसे ही बैठा रहा हूं। तो ऐसे सोच के कोई अर्थ नहीं, क्योंकि पिछले 65 साल तक परमेश्वर ने मुझे अद्भुत रीति से चलाया है। तो अगले ये 12 दिन जो है बैठने में यदि प्रभु कह रहा है तो उसमें क्या शिकायत करना है। ഇതിനിടയിൽ പല യാത്ര മുടങ്ങി, പല മീറ്റിംഗ് മുടങ്ങി, പല എത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിനെ ഓർത്ത് വിലപിക്കാതെ ഇതിന്റെ പിന്നിലും ഒരു ദൈവിക പദ്ധതി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് യാതൊരു കംപ്ലൈന്റും ഇല്ല. इसके बीच में बहुत सारी यात्राओं को मुझे रद्द करना पड़ा। कई जगहों में मुझे पहुंचना था, मैं पहुंच नहीं पाया। तो ऐसे सब बातों को सोचकर मैं शिकायत करते हुए बिलख कर बैठने से बढ़कर मैं ऐसे समझता हूं कि इसके पीछे परमेश्वर की एक बड़ी योजना है और मेरे लिए इसके प्रति कोई शिकायत नहीं है। പലപ്പോഴും നമുക്കുണ്ടാകുന്ന കംപ്ലൈന്റ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശയാണ്. कई बार हमारे जीवन में शिकायत आने का कारण यह है क्योंकि हम जैसे चाहते हैं वैसे काम जब हमारे जीवन में नहीं होते हैं तब हम उसके प्रति नाराजगी व्यक्त करते हैं। എന്നാൽ മറിച്ച് ദൈവത്തിന്റെ പ്ലാനിൽ നിന്നും കണ്ണിമയ്ക്കുന്ന വ്യത്യാസമില്ലാതെ നടത്താൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. परंतु उलट हम देखें तो परमेश्वर की योजना से परमेश्वर एक आंख की पलक की भी बीच की कोई दूरी ना लाते हुए प्रभु अपने कार्यों को करने वाला परमेश्वर है। ദൈവത്തിന്റെ പ്ലാനിൽ നിന്നും എങ്ങനെയെങ്കിലും അതിനെ മറികടക്കുവാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളൊക്കെ അമ്പെ പരാജയമായിരിക്കും. परमेश्वर की योजना से हमें भटकाने वाला या हमें दूर कराने वाला जो भी कार्यक्रम होगा या जो भी योजनाएं होंगे वे सब पराजित हो जाएंगे। ആദ്യം ബൈബിൾ നമുക്ക് ഉൽപ്പത്തി മുതൽ മുന്നോട്ടൊന്ന് നോക്കിക്കേ, ദൈവം ഉപയോഗിച്ച മനുഷ്യരെ കുറിച്ച്. और हम बाइबल में उत्पत्ति से लेकर आगे की अध्यायों में या पुस्तकों में हम देखें तो कैसे परमेश्वर ने अपने लोगों के जीवन में कार्यों को किया है। ഹാരാനിൽ നിൽക്കുന്ന അബ്രഹാമിനോട് യഹോവയായ ദൈവം വിളിച്ചു പറയുക, അബ്രഹാമേ അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാൻ ഒരു ദേശത്തേക്ക് പോക എന്ന് പറയുമ്പോൾ അബ്രഹാമിന്റെ റോൾ എന്താണ് അതിനകത്ത്? हारान में रहने वाले अब्राहम से परमेश्वर इस प्रकार कहता है कि अब्राहम अब्राहम मैं तुझे जो रास्ते को दिखाने जा रहा हूं वहां तक तू चले जा। तो वहां पे अब्राहम की भूमिका क्या है। മോശേ മോശേ, ശൗമേലെ ശൗമേലെ, ഇങ്ങനെ ഓരോരുത്തരെയും വിളിച്ച് യഹോവയായ ദൈവം കാര്യം പറയുമ്പോൾ, നീ ഒരു കാര്യത്തിന് വേണ്ടി അവരെ അസൈൻ ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ വ്യക്തിയുടെ റോൾ അതിനകത്ത് എന്താണ്? और इसी प्रकार परमेश्वर ने हम वचन में देखते हैं कि मूसा को, शमूएल को इत्यादि लोगों को जब बुलाया है और प्रत्येक आमीन परिस्थिति में उन्हें एक एक कार्यों को जब उनको जीवन में सौंपा है, इन लोगों का भूमिका उनके अंदर क्या रहा है। ഇവരാരും അങ്ങോട്ട് എന്ന് പറഞ്ഞില്ല, ദൈവമേ എന്നെ ഒരു പ്രവാചകനായിട്ട് വിളിക്കണേ, എന്നെ ഒരു ഇടയനായിട്ട് വിളിക്കണേ, എന്നെ ഒരു സുശേഷനായി വിളിക്കണേ, എന്നെ ഒരു മിഷണറിയായി വിളിക്കണേ, എന്നെ വിളിക്കണേ, എനിക്ക് അങ്ങനെ തരണം. ഒരു വ്യക്തി പോലും അങ്ങോട്ട് എന്ന് പറഞ്ഞ ചരിത്രം ഞാൻ ബൈബിളിൽ വായിച്ചിട്ടില്ല. पर इस इनमें से कोई भी ऐसा नहीं रहा जो आमीन परमेश्वर के पास जाकर इस प्रकार से कहने लगा कि परमेश्वर मुझे एक भविष्यवक्ता के समान, एक मिशनरी के समान या मुझे ऐसे ऐसे कार्यों को करने के लिए मेरे जीवन में आप मुझे एक बुलावट दे। ऐसे कोई प्रभु के पास जाकर कहने वाले नहीं थे।
അവരെ കുറിച്ചൊക്കെ നാം പ്രസംഗിക്കുമ്പോൾ നമ്മൾ ആവേശഭരിതരാകാറുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, അവരങ്ങനെ ആയിത്തീരാൻ അവരുടെ റോൾ എന്താണ്? അവർക്ക് അവിടെ യാതൊരു റോളുമില്ലായിരുന്നു. ദിസ് ഈസ് ദ ഇറ്റേണൽ പ്ലാൻ ഓഫ് ഗോഡ്. और इन लोगों के जीवन के विषय में जब हम प्रचार करते हैं तो कई बार हम उत्तेजनाओं से भरकर हम कई बातों को कह देते हैं, परंतु मेरा आपसे यह सवाल है कि इन लोगों को परमेश्वर ने जब अपने कार्यों के लिए चुना तो इनके जीवन में इनके प्रति या इनके जीवन की क्या भूमिका रही। मैं इस प्रकार से कहूंगा, ये परमेश्वर की अनंत योजना उनके ऊपर रहा है। അതിന്റെ അർത്ഥം യു ആൻഡ് മീ അണ്ടർ ദ ഇറ്റേണൽ പ്ലാൻ ഓഫ് ഗോഡ്. उसका अर्थ इतना ही है कि आप और मैं वो परमेश्वर की अनंत योजना के अंदर रहने वाले हैं। ഈ ഒരു കാര്യം, ഈ ഒരു ഏരിയ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്കുള്ള 90% പരാതിയും ഇവിടെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യും. यदि इन बातों को यदि हम अपने जीवन में समझने के लिए हम यदि कोशिश करेंगे तो हमारे जीवन के एक लगभग 90% जो शिकायतें हैं वे आज यहीं पर समाप्त हो जाएगी। ഭൂമിയിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ, ഒരു മുടി കൊഴിയണമെങ്കിൽ അതിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ അറിവും അനുവാദവും വേണമെന്ന് വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും, കാല് നമ്മുടെ തട്ടി അല്പം ചോര വന്നാൽ അതിന് മാത്രം ദൈവത്തിന്റെ അറിവില്ലെന്ന് ചിന്തിക്കാൻ സാധിക്കുമോ? यदि इस पृथ्वी में एक पत्ता भी हिलना है तो वो परमेश्वर की कार्यों को या योजनाओं के अंदर रहने वाला कार्य है। इस प्रकार यदि हम विश्वास करने वाले लोग हैं तो हमारे पैर एक पत्थर में ठोकर लगने से, खून बहने से हम इस प्रकार में सोचने लग जाते हैं कि परमेश्वर क्या इसके प्रति आप जानते नहीं थे। ഞാൻ വേഗം പിന്നെ വചനങ്ങളിലേക്ക് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും, വാട്ട് എവർ ഹാപ്പൻ, എന്ത് സംഭവിക്കുമ്പോഴും ഇങ്ങനെ വിശ്വസിക്കാൻ സാധിക്കണം, ഇതിലൂടെ ദൈവത്തിന് എന്തോ ഒരു പ്ലാൻ ഉണ്ട്, പദ്ധതിയുണ്ട്. അതെന്താ കർത്താവേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. आपके जीवन में कोई भी बात क्यों ना हो जाए, लेकिन मैं इस प्रकार से आपसे कहूंगा कि परमेश्वर से कहना कि प्रभु इसके प्रति आपकी योजना मेरे जीवन में क्या है, ये मुझे बता कर देना। ഞാൻ ഏതെങ്കിലും ഒരു പ്രോസസ്സിലൂടെ ഭൗതികമായിട്ടോ ആത്മീകമായിട്ടോ ശാരീരികമായിട്ടോ സാമൂഹികമായിട്ടോ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കത്തേ ഉള്ളൂ, ഇതിലൂടെ എന്താ ദൈവം ഉദ്ദേശിക്കുന്നത്, എന്താണ് അവൻ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ ചിന്തിക്കും. मैं कोई भी ऐसी प्रक्रिया, चाहे वो शारीरिक हो, भौतिक हो, सामूहिक हो या किसी भी विषय में क्यों ना हो, मेरे जीवन से ऐसे ऐसे अनुभवों से मैं जब जाता हूं तो मैं इसके पीछे ऐसे सोचने लगता हूं कि परमेश्वर इसके पीछे आपकी योजना मेरे जीवन में क्या है। ഒരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ ചിന്തിക്കും, ഇതിലൂടെ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചിന്തിക്കും, വെയിറ്റ് ചെയ്യും. ഒരുപക്ഷെ പെട്ടെന്ന് മറുപടി കിട്ടത്തില്ല, വർഷങ്ങളോളം കഴിഞ്ഞായിരിക്കും അതിന് മറുപടി കിട്ടുന്നത്. एक समस्या मेरे जीवन में होने के पीछे जीवन में जब हो जाता है तो मैं इस प्रकार से प्रभु की उपस्थिति में सोचने लग जाता हूं कि प्रभु ऐसे होने का पीछे का कारण क्या है, ये आप मुझे बता कर दे। हो सकता है कि कई बार सालों लग जाते हैं उस विषय के प्रति जो 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 उत्तर है मैं उसे प्राप्त कर सकूं। ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നിങ്ങൾ അബദ്ധവശാൽ ഭൂമിയിൽ പിറന്നവരല്ല, നിങ്ങൾ അബദ്ധവശാൽ ഇവിടെ വന്നവരല്ല. പിന്നെയോ നിങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു നിത്യമായ പ്ലാൻ ഉണ്ട്. मैं कहने का अर्थ इतना ही हूं कि आप भूले भटके या आप अनजाने से यहाँ पर आए हुए नहीं हैं, आप परमेश्वर की उस अनंत योजना में आए हुए लोग हैं। പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയം, നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. तो आज हमारा विषय यह है कि आप परमेश्वर की ओर से चुने हुए लोग हैं। യോഹന്നാന്റെ സുവിശേഷം 15:16 ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നത്രേ. यूहन्ना रचित सुसमाचार 15 अध्याय उसके 16 वचन में इस प्रकार से लिखा गया है कि आपने मुझे चुना, ये नहीं तुमने मुझे चुना इस प्रकार नहीं, परंतु मैंने तुम्हें चुना है। എന്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും ഒരു അഹങ്കാരമുണ്ടോ, ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നത് എന്റെ മെറിറ്റ് കൊണ്ടാണെന്ന്? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി.
और मेरे आवाज सुनने वाले प्रिय लोगों, कि आपके अंदर इस प्रकार का कोई अहंकार है कि ये मेरी इच्छा से मैंने इस मार्ग में आया है, तो आप अपने जीवन में आमीन एक बड़ा गलती कर चुका है। നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്, ഈ സിറ്റുവേഷനിലായിരിക്കുന്നത്, ഈ പൊസിഷനിലായിരിക്കുന്നത്, നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് അതിനകത്ത് യാതൊരു റോളുമില്ല. പിന്നെയോ ദൈവം നിങ്ങളെ അതിനായി യേശു നിങ്ങളെ അതിനായിട്ട് തിരഞ്ഞെടുത്തതാണ്. आप यदि इस आमीन परिस्थिति में और इस हालत में है, तो आपका उसमें कोई भी भूमिका नहीं है। परमेश्वर ने आपको चुना है, इसके कारण से है। അങ്ങനെ നിശ്ചയമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. और ऐसे निश्चय रखने वाले लोग परमेश्वर की स्तुति और धन्यवाद करें। ദൈവമേ, എന്നെ ഈ സാഹചര്യത്തിലേക്ക് വിളിച്ചു വേർതിരിച്ചതിനായിട്ട് സ്തോത്രം. प्रभु, मुझे इस परिस्थिति में आपने बुलाकर अलग किया, इसलिए धन्यवाद प्रभु। എന്റെ യാതൊരു മെറിറ്റുമല്ല, നിന്റെ കൃപയൊന്ന് മാത്രമാണ്, നിന്റെ തിരഞ്ഞെടുപ്പാണ്. പ്രൈസ് ദി ലോർഡ്. मेरे जीवन की कोई भी खूबी नहीं, परंतु परमेश्वर आपकी चुनाव है जो मेरे जीवन में, जो मुझे इस प्रकार से अनुभव दिया है। ഒന്നുകൂടെ പറയട്ടെ, ആ തിരഞ്ഞെടുപ്പിൽ ആ കാൻഡിഡേറ്റിന്, ആ വ്യക്തിക്ക് യാതൊരു റോളുമില്ല എന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. एक और बार मैं आपसे कहूंगा कि आपके प्रति जो चुनाव था, उसके पीछे आपका कोई भूमिका नहीं है। യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. यीशु मसीह ने चेलों को चुना था। ശിഷ്യന്മാർ യേശുവിനെ തിരഞ്ഞെടുത്തല്ല. ये चेलों ने यीशु मसीह को नहीं चुना था। പത്രോസ് രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ ശ്രമിച്ചു. पतरस जो है रात भर मच्छी पकड़ने के लिए कोशिश किए। യേശു പത്രോസിനെ തേടി അങ്ങോട്ട് ചെല്ലുകയായിരുന്നു. यीशु मसीह पतरस को ढूंढ कर उसके पास जा रहा था। അവസാനം യേശു പറയുകയാണ്, പത്രോസേ, എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നതിനാക്കാവുന്നു. अंत में यीशु मसीह पतरस से इस प्रकार से कहता है, हे पतरस, मेरा पीछा कर, मैं तुझे मनुष्यों को पकड़ने वाला बनाऊंगा। അതൊരു റിക്വസ്റ്റ് അല്ലായിരുന്നു കേട്ടോ. ये एक विनती नहीं था उसके सामने। നമ്മളാണ് പറഞ്ഞായിരുന്നു, പത്രോസേ, നിനക്കൊന്നും ഇല്ലായിരുന്നു, നീ പ്രാർത്ഥിച്ചപ്പോ എന്തെല്ലാം കാര്യം കിട്ടി, നിനക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി, ഇനിയെങ്കിലും ഈ കർത്താവിനെ അനുഗമിച്ചു കൂടെ എന്ന് ചോദിക്കുമായിരുന്നു. हम होते तो इस प्रकार से पतरस से कहता है, पतरस, आपने जीवन में कुछ भी नहीं था, परंतु आपने प्रार्थना किया तो बहुत कुछ आपको मिला। इतनी सारी आशीषों को आपको आपने जीवन में प्राप्त किया है, तो क्या अब तो आप प्रभु के पास आने से इनकार कर रहे हो? നമ്മുടെ ശൈലി അങ്ങനെയാ. പക്ഷെ യേശു അങ്ങനെ പറയും. യേശു കമാൻഡ് ചെയ്യായിരുന്നു, ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. അവൻ കമാൻഡ് ചെയ്യായിരുന്നു. हमारे बुलाने का तरीका उस प्रकार का है, तो यीशु मसीह इस प्रकार से नहीं बोलते। यीशु मसीह आज्ञा देता था कि मेरे पीछा हो ले, मैं तुझे मनुष्यों को पकड़ने वाला बनाऊंगा। സകലത്തെയും വാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവത്തിന്റെ വാക്കിന്റെ മുൻപിൽ അവന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവൻ യേശുവിന്റെ പുറകെ ഇറങ്ങി തിരിച്ചു. सब कुछ को अपनी शब्दों से सृष्टि किया हुआ वो खुदा के उस वचनों के सामने पतरस खड़ा नहीं रह पाया। वो सब कुछ को छोड़कर परमेश्वर के पीछे हो लिए। ഇവിടെ യേശുവിന്റെ ശിഷ്യനായ പത്രോസിന്റെ റോൾ എന്താണ്? यहाँ पर यीशु मसीह का जो चेला पतरस की भूमिका क्या है? പത്രോസ് പറഞ്ഞില്ല, ഞാൻ നിന്റെ പുറകെ വരാമെന്ന്. पतरस ने इस प्रकार यीशु से नहीं कहा कि मैं आपके पीछे आता हूँ। വരട്ടെ എന്ന് ചോദിച്ചില്ല. क्या मैं आपके पीछे आऊं, इस प्रकार का सवाल भी नहीं किया। യേശു ആ രാത്രിയിൽ അവനെ തേടി വന്നത് അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിത്യമായ പ്ലാനിൽ അവനെ കൊണ്ടുവരാൻ വേണ്ടി അവനെ പിടിച്ചിറക്കുകയായിരുന്നു. यीशु मसीह उस रात में उसके पीछे उसे ढूंढ कर आने का उसका एक ही एक लक्ष्य था कि परमेश्वर उसके प्रति एक अनंत योजनाओं को अपने जीवन में रखा था। നിങ്ങൾ ആരും മോശക്കാരല്ല, പിന്നെയോ ദൈവത്തിന്റെ നിത്യമായ പ്ലാനിൽപ്പെട്ടവരാണ് എന്റെ മുൻപിരിക്കുന്ന നിങ്ങൾ എല്ലാവരും. आप कोई भी यहाँ पर कम लोग नहीं हैं, आप सभी परमेश्वर की उस अनंत योजना में बुलाए गए हुए लोग हैं। യൂദായെ കർത്താവ് വിളിച്ചു വേർതിരിച്ചു. आप एक और बात को वचन में देखते हैं, यहूदा को परमेश्वर अपने कार्यों के लिए चुनता है।
അവൻ ചെയ്യുന്ന ജോലിക്ക് അവനെ കൊള്ളാമെന്ന് മനസ്സിലാക്കി അവനെ വിളിച്ചു വേർതിരിച്ച്. वो जिस कार्यों को करता था उस काम में वो निपुण था, इसलिए परमेश्वर ने उसे उस कार्य के लिए बुलाया था। യോഹന്നാനെ വിളിച്ചു വേർതിരിച്ചു. അവൻ ചെയ്ത ശുശ്രൂഷയ്ക്ക് അവനെ കൊള്ളാമെന്ന് ദൈവം നേരത്തെ കണ്ടു. और यूहन्ना को परमेश्वर ने इसलिए बुलाया क्योंकि वो जो कार्यों को कर रहा था उसमें वो अच्छा काम कर रहे थे, इसलिए उसे भी बुलाकर अलग किया। ഞാൻ പറഞ്ഞു വരുന്നത് അവർക്കാർക്കും അവരുടേതായ റോള് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇറങ്ങി തിരിച്ച ശേഷം അവർ വിശ്വസ്തമായി കർത്താവിന്റെ വേല ചെയ്തു, സത്യമാണ്. പക്ഷെ ആ തിരഞ്ഞെടുപ്പിന് അവർക്ക് യാതൊരു റോളുമില്ലായിരുന്നു. അത് യേശുവിന്റെ, അത് നിത്യമായ പ്ലാനിൽപ്പെട്ടതായിരുന്നു. मेरा कहने का सारांश यह है कि वे सभी लोगों के बुलाहट के पीछे उनकी कोई प्रत्येक भूमिका नहीं रही, परंतु उनके बुलाने के पश्चात उनके जो कार्य थे उन्होंने सब अपने कामों को अच्छी रीति से पूरा किया है। ചിലര് സാക്ഷ്യം പറയുമ്പം കേൾക്കുന്ന കണ്ടിട്ടില്ലയോ, ഞാൻ എന്തൊക്കെയോ ആയിരുന്നു, ഇപ്പൊ എല്ലാം വിട്ടിട്ട് യേശുവിന്റെ പുറകെ ഇറങ്ങി തിരിച്ചെന്ന്. कई लोग इस प्रकार से गवाही देते हुए हमने सुना है ना कि मैं कुछ बहुत बड़ा एक इंसान रहा हूं, परंतु वो सब कुछ को छोड़कर मैं यीशु मसीह के पीछे आ गया हूं। അത് അവരവർ തന്നെ ശോധന ചെയ്തറിയാം അവരെന്തായിരുന്നു ഇപ്പോഴെന്താണെന്നുള്ള കാര്യം. और वे लोग अपने आप को अपने जीवन में एक प्रकार से परख कर देखे कि वे लोग कौन थे, अब यीशु मसीह के पास आने के पश्चात अब कौन है। എന്റെയും നിങ്ങളുടെയും കൺമുൻപിൽ ചുറ്റുപാടുകൾ അനേക സാക്ഷ്യങ്ങളുണ്ടല്ലോ ഇങ്ങനെ പറയുന്നത്. मेरे और आपकी आंखों के सामने आस पड़ोस में बहुत सारी ऐसी गवाहियों को हम सुनते हैं ना। ഞാനത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. मैं विशेष उसके उल्लेख करने की जरूरत नहीं है। എന്താ ഇതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് തന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, इसलिए प्रेरित पत्रस अपने पत्रियों में इस प्रकार से कहता है। 2 പത്രോസ് 1:10. दूसरा पत्रस की पत्री 1 अध्याय उसके 10 वचन। അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. इसलिए वचन इस प्रकार से कहता है कि इस कारण हे भाइयों, अपने बुलाए जाने और चुन लिए जाने के सिद्ध करने की भली बात यत्न करते जाओ। എവിടെയൊക്കെയോ പ്രശ്നങ്ങൾ, പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ നാം പരാതി പറയുന്നുവെങ്കിൽ പത്രോസ് പറയുക, നിങ്ങളിതിന് വിളിച്ചതാണോ കർത്താവ്? यदि अपने जीवन में कई एक जगह में प्रश्न और आमीन शिकायतों का अनुभव हमारे जीवन में आ रहे हैं, तो आप एक बात को सोचिए कि क्या आपको परमेश्वर ने बुलाया हुआ है क्या। നിങ്ങൾ പരാതി പറയുന്നെങ്കിൽ, നിങ്ങൾ പിറുപിറുക്കുന്നുവെങ്കിൽ, നിങ്ങൾ അത്യാഗ്രഹിയായിരിക്കുന്നുവെങ്കിൽ, ദൈവ സ്വർഗ ഉയരത്തിലുള്ളതിനെ വിട്ട് ഭൂമിയിലുള്ള അന്വേഷിക്കുന്നെങ്കിൽ നിങ്ങളെ തന്നെ പരിശോധിക്കണം. നിങ്ങളെ ഇതിന് വിളിച്ചതാണോ അതോ വെറുതെ ഇറങ്ങി തിരിച്ചാണോ? आप यदि शिकायत करने वाले रहे हैं या यदि इस प्रकार से बहुत चाहने वाले एक व्यक्ति बन गए हैं, तो आप अपने जीवन से सवाल करना है कि क्या आपको परमेश्वर ने सच में बुलाया हुआ है या आप अपनी मर्जी से निकला हुआ है। യേശു വിളിച്ചിറക്കിയ തിരഞ്ഞെടുത്ത ഒരു കൂട്ടത്തിന്റെ ലൈഫ് സ്റ്റൈല് നിങ്ങൾ ഒന്ന് പഠിച്ചു നോക്കണം. यीशु मसीह ने जिन लोगों को चुना है उन लोगों की जीवन क्रियाओं को या जीवन शैली को हम सीखना जरूरी है। ഇന്ന് കാണുന്ന അപ്പോസ്തലന്മാരുടെയോ ലീഡേഴ്സിന്റെയോ ലൈഫ് സ്റ്റൈൽ ആയിരുന്നില്ല യേശു വിളിച്ചിറക്കിയ അപ്പോസ്തലന്മാരുടെ ലൈഫ് സ്റ്റൈല്. आज हम देखने वाले अगुओं का या अपोस्तल जो प्रेरित कहलाते हैं, ऐसे लोगों का जीवन शैली नहीं था। जब यीशु मसीह ने उन दिनों में जो चेलों को या प्रेरितों को नियुक्त किए थे, उनकी जीवन शैली ഇന്നുള്ള പല ഹ്രസ്വദൃഷ്ടിയായി തീർന്നു. പിന്നെയും പാപം ചെയ്യുന്നു, പിന്നെയും പിന്മാറ്റത്തിൽ പോകുന്നു, പിന്നെയും ഭൗതിക കാര്യങ്ങൾ അന്വേഷിക്കുന്നു, ഈ ലോകത്തിനകത്ത് കിടന്ന് വിരവുകയാ. അപ്പൊ പത്രോസ് പറയുക, നിങ്ങളൊന്ന് കൺഫൈൻ ചെയ്തേ, കർത്താവ് വാസ്തവമായിട്ട് കർത്താവ് നിങ്ങളെ വിളിച്ചതാണോ അതോ എന്തോ ആവശ്യത്തിന് വേണ്ടി കർത്താവിന്റെ പുറകെ തിരിച്ചാണോ? आज पाने वाले ऐसे लोग जो कहलाते हैं कि हम प्रेरित हैं, हम अगुए हैं,
उनके जीवन में हम ये बात को देखते हैं कि वे लोग पाप करते हैं, फिर से भौतिक चीजों के पीछे वो भागते हैं, ऐसी बात पे गलतियों को करते बैठते हैं। परंतु आमीन, ऐसे लोगों से पौलो पतरस इस प्रकार से इस पत्री से पूछता है कि आप अपने बुलाए जाने और चुन लिए जाने के विषय में आपको सिद्ध करना जरूरी है। കർത്താവാണ് നിങ്ങളെ വിളിച്ചെങ്കിൽ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തന്നിരിക്കും, അത് നിങ്ങൾ പൂർത്തീകരിക്കണം. परमेश्वर ने यदि आपको बुलाया है तो परमेश्वर ने कुछ कार्यों को आपको अपने जीवन में दिया है, उसे आप पूरा करना है। പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ എവിടെയോ ഒരു തകരാറ് നമുക്ക് ഫീൽ ചെയ്യാം. नहीं तो हमारे जीवन में कहीं तो एक गड़बड़ी हुआ है, ये हमें समझना है। അപ്പൊ ഓരോ ശുശ്രൂഷയ്ക്കും ഓരോ ഓരോ ടാർഗറ്റ് ചെയ്യാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനും ദൈവമാണ്, കർത്താവാണ് അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള ആ ഉറപ്പ് നമുക്കിന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ. इसीलिए एक एक सेवकाई को, एक एक कार्यों को पूरा करने के लिए परमेश्वर ने हमें चुना है, प्रभु ने वो जिम्मेदारियों को सौंपा है, इसके बारे में अपने जीवन में हमें समझ लेना है। പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തിരഞ്ഞെടുത്തെന്ന് ഉറപ്പുണ്ടെങ്കിൽ പത്രോസ് പറയുക, തന്റെ ഒന്നാമത്തെ ലേഖനം 2:9 വായിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. और इस ऐसे चुने हुए लोग हैं, यदि हमें इसके बाद के हमें एक एक अच्छा हमें समझ है तो पतरस जो है पहली पत्री 2 अध्याय 9 वचन में इस प्रकार कहता है, पर तुम एक चुना हुआ वंश और राजपदधारी, याजकों का समाज और पवित्र लोग और परमेश्वर की निज प्रजा हो, इसलिए कि जिसने तुम्हें अंधकार में से अपनी अद्भुत ज्योति में बुलाया है, उसका गुण प्रकट करो। പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രൈസ് ദി ലോർഡ് തിരഞ്ഞെടുത്തെന്ന് പറയുന്നത് കർത്താവ് തിരഞ്ഞെടുക്കുകയായിരുന്നു, ആരും അവന്റെ പുറകെ പോകല്ലായിരുന്നു. यहाँ पर चुनाव के विषय में जब कह रहा है तो वचन यहाँ पे स्पष्ट बताता है कि परमेश्वर चुना है, कोई उसके पीछे गया नहीं था। മത്തായിയോട് കർത്താവ് പറയുന്നത് ചുങ്കക്കാരനായിരുന്നു മത്തായി. मत्ती के विषय में प्रभु का वचन इस प्रकार कहता है कि वो चुंगी लेने वाला व्यक्ति था। മത്തായിയോട് ചെന്ന് കർത്താവ് ചെന്ന് കണ്ടപ്പോ പറഞ്ഞില്ല, കണ്ട നല്ല പേഴ്സണാലിറ്റി ഉണ്ട്, നിനക്ക് അക്കൗണ്ടിങ് മൊത്തം അറിയാം, നീ ചുങ്കം പിരിക്കുകയാണ്, നിനക്ക് ഇത്രയും നാളും നീ അധ്വാനിച്ച് വേല ചെയ്ത് സമ്പാദിച്ചില്ലയോ, ഇനിയെങ്കിലും നീ കർത്താവിന് എന്റെ പുറകെ വരുമോ എന്ന് ചോദിച്ചില്ല. और मत्ती को देखकर परमेश्वर ने इस प्रकार से ये नहीं कहा कि तू दिखने में या तेरे अंदर बहुत सारी खूबियां हैं, तुझे लेन देन के विषय में आमीन वाणिज्य जो अकाउंट्स के विषय है तू अच्छे रीति से जानता है, तू चुंगी लेने वाला व्यक्ति है, इतना साल तो तू इतना कमा लिया है, अब तो तू प्रभु के पास आ जा, ऐसे विनती नहीं कर रहा था। സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയവരുടെ സാക്ഷ്യങ്ങളെ കേട്ടാ തോന്നും ദൈവത്തിന് വേണ്ടി ഏതാണ്ട് വലിയ കാര്യം സപ്പോർട്ട് ചെയ്യാൻ അവന് ആരും ഇല്ലാത്തോണ്ട് അവനെ ഒന്ന് സഹായിച്ചേക്കാന്ന് വിചാരിച്ച് ജോലി ചെയ്യുന്ന പോലെ. और इसलिए सुसमाचार में निकले हुए लोगों के लिए, सुसमाचार की सेवकाई के लिए निकले हुए लोगों की गवाहियों को सुने तो ऐसे लगने लगता है कि परमेश्वर को कोई नहीं था, तो प्रभु को मदद करने के लिए वे लोग निकल पड़े हैं। എന്റെ സഹോദര, എന്റെ കുഞ്ഞെ, നീ ജനിക്കുന്നതിന് മുമ്പ്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് നിന്നെ ഇങ്ങനെ പണി ചെയ്യാൻ ദൈവം കണ്ടുവെച്ചത് കൊണ്ടാ ഇന്ന് വിളിച്ച് ചെവിക്ക് പിടിച്ചിറക്കിയേക്കുന്നേ. और मेरे प्रिय लोगों, ये बात को समझ जाना है कि आपके जन्म से पहले, आप अपने माँ के गर्भ में रचे जाने से पहले परमेश्वर ने आपके ऊपर चित्त लगाया था। प्रभु को आपके प्रति एक योजना रही है, इसलिए समय होते ही प्रभु ने आपको अपने सेवकाई के लिए बुलाकर अलग किया है। അതിന് നിന്റെ ഔദാര്യമൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ഒരു തോംസൺ ഇറങ്ങിയില്ലെങ്കിൽ 100 തോംസൺ ഇറക്കാൻ ദൈവത്തിനറിയാം. इसलिए हमारी कोई मेहरबानी की जरूरत परमेश्वर को नहीं है। एक थॉमसन ना निकले तो 100 थॉमसन को निकालने के लिए प्रभु क्षमता रखता है। പക്ഷേ ദൈവം നിത്യത്തിൽ തന്നെ കണ്ട തിരഞ്ഞെടുത്ത തോംസനെ കൊണ്ട് തന്നെ തോംസനെ കൊണ്ട് ചെയ്യിക്കുന്ന വേല ചെയ്യിക്കാൻ അവനറിയാം.
और इसलिए परमेश्वर जो है थॉमसन से जो अनंतता में उसी को चुना गया था, उसी के द्वारा प्रभु के कार्यों को पूरा करने के लिए प्रभु जानता है। അതിന് തോംസന്റെ യാതൊരു ഔദാര്യമില്ല, ഔദാര്യത്തിന്റെ ആവശ്യമില്ല. ചെയ്യേണ്ടത് ചെവിക്ക് പിടിച്ച് ചെയ്യിച്ചിരിക്കും. और इसलिए थॉमसन का कोई भी प्रकार का मेहरबानी की कर प्रभु के लिए जरूरत नहीं है। जो भी कार्य करना है वो कान पकड़कर प्रभु करवा कर ही रहेगा। പ്രൈസലോ. യേശാവിനെയും യാക്കോബിനെയും കുറിച്ച് നമുക്കറിയാം. യേശാവും യാക്കോബും ജനിക്കുന്നതിന് മുമ്പ് തന്നെ പറയുക, ഞാൻ യേശാവിനെ ദ്വേഷിച്ചു, യാക്കോബിനെ സ്നേഹിച്ചു. और एसाव और याकूब के विषय में भी ये बात को हम जानते हैं कि एसाव और याकूब के जन्म होने से पहले प्रभु का वचन इस प्रकार से कहता है कि मैं एसाव से बैर रखता हूं परंतु याकूब से प्रेम रखता हूं। നമ്മൾ ചിന്തിക്കുന്ന പോലെ യാക്കോബിന്റെ യാതൊരു ഒരു ഒരു കഠിനാധ്വാനമൊന്നും അല്ല അവന് ആ നിലയിൽ തിരഞ്ഞെടുക്കാനിടയായത്. हम जिस प्रकार से समझते हैं कि याकूब का किसी भी प्रकार की कड़ी मेहनत नहीं रहा कि प्रभु ने याकूब को अपने कार्यों के लिए चुना था। നമുക്ക് പൗലോസിലേക്ക് വരാം. हम पौलुस की ओर आएंगे। പൗലോസിന്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് അവനോട് ഭയങ്കര ദേഷ്യം തോന്നുമായിരുന്നു ആദ്യം. पौलुस की चरित्र को हम पढ़ेंगे तो कई बार पौलुस की बातों को सुनकर बहुत हमें उसके प्रति गुस्सा आ जाता था। ആ സ്തെഫാനോസിനെ കൊല്ലുമ്പോൾ അവന് കൊല്ലുന്നവരുടെ വസ്ത്രമൊക്കെ സൂക്ഷിച്ച് അതിന്റെ സാക്ഷിയായിട്ട് അവിടെ നിന്നും അനുവദിച്ചു. स्तेफनुस की मृत्यु के समय या उसे मारे जाने के समय उसके वस्त्रों को रखवाली करने वाले और उसकी मृत्यु के गवाह रखने वाला एक व्यक्ति था पौलुस। അതിനുശേഷം പുരോഹിതൻ അധികാര പത്രവുമായിട്ട് പോകുകയാണ്. ഈ വിശ്വാസത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടിച്ചു കെട്ടുവാനും അവരെ കൊല്ലുവാനും തടവിലാക്കുവാനുള്ള അധികാര പത്രമായിട്ട് പോവാ. और उसके पश्चात ही वे अपने महान याजकों से जो है वे अधिकार के पत्रों को लेकर इस नाम में प्रचार करने वाले, इस नाम को मानने वाले लोगों को मार कर सता कर उनको कारागृह में बंद करने का एक अधिकार को लेकर वो जा रहा था। ഡെമസ്കോസിന്റെ പടിവാതിൽക്കൽ എത്തിയപ്പോൾ ദൈവം അവനെ കൈകാര്യം ചെയ്തു. दमिश्क की उस द्वार में जब वो पहुंच चुके थे तो परमेश्वर वहां से उसके सामने मुठभेड़ होता है। ഈ ചരിത്രമെല്ലാം നമുക്കറിയാം. ये इतिहास हम अच्छी रीति से जानते हैं। എന്റെ വിഷയം നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തതാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുക. मेरा विषय यही है कि आपको परमेश्वर ने चुना हुआ है, ये बात को मैं आपको बताना चाहता हूँ। ഇതെല്ലാം ശൗല് അപ്പോസ്തലനായ പൗലോസ് ആയതിനു ശേഷം അവൻ ഗലാത്യ ലേഖനം 1:15 ഇങ്ങനെ പറയുക, और इसके पश्चात शाऊल जो है पौलुस होने के पश्चात गलातियों की पत्री उसके आमीन 1:15 में इस प्रकार से वो कहता है, എന്റെ ജനനത്തിങ്കൽ തന്നെ ഈ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്ത ദൈവത്തിന് സ്തോത്രം. उस वहां पर इस प्रकार लिखा है कि परंतु परमेश्वर की जिसने मेरी माता के गर्भ ही से मुझे ठहराया और अपने अनुग्रह से बुला लिया, वो എന്ന് प्रभु പറഞ്ഞ का धन्यवाद हो। എന്ന് പറഞ്ഞാൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മയുടെ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഡയറിക്കകത്ത് എന്നെ അപ്പോസ്തലനായ പൗലോസ് എഴുതി വെച്ചിരുന്നു എന്നാണ് അവൻ പറയുന്നത്. और उसका अर्थ इतना ही है कि मेरे माता के गर्भ में मैं जन्म होने से पहले, उत्पन्न होने से पहले परमेश्वर ने अपनी डायरी में मेरे बारे में लिख कर रखा था, इसलिए वो धन्यवाद करता है। ഇത് നമുക്ക് എങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റും? ये कैसे हम प्रभु की उपस्थिति में इसको हम मान सकते हैं? നമ്മുടെ ചിന്തയെ ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ചാണ് അവൻ ദൈവശബ്ദം കേൾക്കുന്നതും ദൈവം തിരഞ്ഞെടുക്കുന്നതും. हमारी सोच में हम ये बात को समझते हैं कि दमिश्क की वो द्वार के सामने वो प्रभु से मुठभेड़ होता है और प्रभु के लिए अपने जीवन समर्पित करते हैं। അവന് അതിനു മുമ്പുള്ള ജീവിതം മുഴുവൻ ഒരു ടെറർ ആയിരുന്നു. उसके पहले उसका जीवन जो था एक दहशत का जीवन उसने किया है। പക്ഷെ അവൻ പറയുകയാണ്, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ തന്നെ എന്നെ അതിനായി ദൈവം തിരഞ്ഞെടുത്തു. परंतु उसके पश्चात पौलुस इस प्रकार से कहता है कि मेरे माता के गर्भ में मेरे जन्म उत्पन्न होने से पहले परमेश्वर ने मुझे ठहराया है। ഇന്ന് നമ്മൾ സുവിശേഷ വിരോധികളെ കണ്ടവരെ ശപിക്കരുത്. आज हम हमें सुसमाचार के विरोध करने वाले लोगों को देखकर उनको हम श्राप ना दे। നാളെ അവർ സുവിശേഷ വേലയ്ക്കായി ഇറങ്ങേണ്ടവരാണ്.
कल हो सकता है कि वे उस सुसमाचार की सेवकाई के लिए निकलने के लिए तैयार किए हुए लोग हैं। ഇന്ന് കൊല്ലുകയും പള്ളികൾ ഉടയ്ക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവർ നാളെ യേശുവിനെ പ്രസംഗിക്കേണ്ടവരാ. आज कलीसियाओं को बंद करवाने वाले, दूसरों को मार डालवाने वाले ऐसे लोग जो हैं, हो सकते हैं कि कल वो यीशु मसीह के बारे में प्रचार करने वाले लोग ठहरेंगे। നമ്മളും സാക്ഷ്യം പറയാറില്ലേ, ദൈവം എന്നെ നേരത്തെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന്. हम भी कई बार गवाही देने के समय में भी इस प्रकार कहते हैं कि परमेश्वर ने मुझे पहले से ही चुना हुआ था, इसलिए मैं इस मार्ग में आया हूँ। അതുവരെയുള്ള ജീവിതം എല്ലാം നേരെയായിരുന്നോ, വിശുദ്ധമായിരുന്നോ, നല്ലതായിരുന്നോ? और उससे पहले जो हमारी जीवन रहा है वो सब क्या सही जीवन और पवित्र जीवन या अच्छा जीवन रहा है क्या? എന്തെല്ലാം വൃത്തികേട് കാണിച്ചിട്ടാ ഈ കർത്താവിലേക്ക് വന്നത്? हमने क्या कुछ बुराई को कर कर हम इस परमेश्वर की उपस्थिति में आए हुए हैं। എന്നിട്ട് നമ്മൾ പറയുന്നു, എന്നെ കർത്താവ് എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ടു എന്ന്. परंतु उसके पश्चात भी हम इस प्रकार से कहते हैं कि मेरे माता के गर्भ में उत्पन्न होने से पहले परमेश्वर ने मुझे ठहराया है। അതെ, ദൈവം നിന്നെ തിരഞ്ഞെടുത്താണെങ്കിൽ നീ എവിടെ പോയാലും ഏത് സാഹചര്യത്തിൽ പോയാലും നിന്നെ ആ വഴിയെ തന്നെ ദൈവം കൊണ്ടുവരും. आप प्रभु की ओर से चुने हुए लोग हैं, तो आप चाहे कैसे भी परिस्थिति में क्यों ना जाए, आप कैसी भी अवस्था में क्यों ना जाए, परमेश्वर आपको लौटा कर ले आएगा। അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം വായിക്കുമ്പോൾ और പൗലോസും ബർന്നബാസും യഹൂദന്മാരുടെ ഇടയിൽ സുവിശേഷം പ്രചരിപ്പിച്ചു. प्रेरितों के काम 13वें अध्याय को जब हम पढ़ते हैं तो पौलुस, बरनबास और बाकी लोग जो हैं यहूदियों के बीच में प्रचार करते हैं। എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ നെക്സ്റ്റ് വീക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ആകെ പ്രശ്നമായി. और सब शुरुआत में सब लोगों को तो पसंद आ गए, लेकिन अगले हफ्ते फिर से जब वे वहां कर गए तो वे लोग वहां पर समस्याओं को खड़ा किया। അതുകൊണ്ട് അവർ ഡിക്ലെയർ ചെയ്തു, ഞങ്ങൾ ജാതികളുടെ ഇടയിലേക്ക് പോവുകയാണെന്ന്. उसके पश्चात उन्होंने इस प्रकार से एक निर्णय लिया कि हम यहूदियों को छोड़कर अन्य जातियों के बीच में सुसमाचार को लेकर जाएंगे। ഒരു 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 പ്രത്യാശയും ഒരു ഹോപ്പും ഇല്ലായിരുന്ന ജാതികൾ ഈ സുവിശേഷം കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. जिनके अंदर कोई भी प्रकार की आशा और विश्वास नहीं रही, जब उन्होंने इस प्रकार की सुसमाचार को सुना तो उनके अंदर बड़ी उम्मीद जाग उठे, वे प्रभु में विश्वास करने लगे। എന്നാൽ അതിന്റെ 48-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നിത്യതയ്ക്കായി നിയമിക്കപ്പെട്ടവർ വിശ്വസിപ്പാനിടയായി. और परंतु उसके 48वें आयत में इस प्रकार से वे पढ़ते हैं कि उनके उस अनंतता के लिए परमेश्वर ने उन्हें चुना हुआ था। എന്ന് പറഞ്ഞാൽ നിത്യതയ്ക്കായി നിയമിക്കപ്പെട്ടവർ. ജാതികൾ മുഴുവൻ അത് കേട്ട് സന്തോഷിച്ചു. അവിടെ ഒരു ലൈൻ എഴുതി ചേർത്തിരിക്കുകയാണ്, നിത്യതയ്ക്കായി നിയമിക്കപ്പെട്ടവർ അത് വിശ്വസിപ്പാനിടയായി എന്നാണ് അവരെ നിയമിച്ചത്. और इस प्रकार से वचन कहते हैं कि अन्य जातियों ने उनकी बातों को सुनकर वे आनंदित हुए, परंतु परमेश्वर का वचन की बढ़ाई करने लगे। जितने अनंत जीवन के लिए ठहराए गए थे उन्होंने विश्वास किया। എഫെസ്യ ലേഖനം 1:4 പറയുകയാണ്, ലോകസ്ഥാപനത്തിനു മുൻപേ അവൻ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. इफिसियों की पत्री 1:4 आयत में इस प्रकार कहता है कि जगत की उत्पत्ति से पहले उसने चुन लिया है। അവിടെയാണ് റോമാലേഖനം 8-ാം അധ്യായം 29-ന്റെയും 30-ന്റെയും പ്രാധാന്യം. അവൻ മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചു, മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചു. और इसलिए रोमियों की पत्री 8 अध्याय उसके 28वें 29 आयत में इस प्रकार से हम पढ़ते हैं कि जिसने जिसको उसने बुलाया है उसको उनको उन्होंने पहले से ठहराया है और उसके पुत्र के स्वरूप में हो और पहलोटे के अधिकार उनको दिया है। എഫെസ്യ ലേഖനം 4:11 പറയുകയാണ്, ഒരു 5-fold മിനിസ്ട്രിയെ കുറിച്ച് പറയുക. इफिसियों की पत्री 4 अध्याय, वहां पर हम परमेश्वर की ओर से दिया हुआ 5 प्रकार की सेवकाई के विषय में हम पढ़ते हैं। അവിടെ പറയാണ്, അവൻ ചിലര് അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു.
वहां पर इस प्रकार से कहते हैं कि उसने किसी को प्रेरित ठहराए, किसी को भविष्यवक्ता ठहराए, किसी को सुसमाचारक ठहराए, किसी को उपदेशक ऐसे ठहराया है। Praise the Lord. ആരും സ്വയമായി ചെന്ന് പ്രവാചകനായതല്ല. കർത്താവേ എന്നെ പ്രവാചകനാക്കണമേ എന്ന് പ്രാർത്ഥിച്ചതല്ല, അപ്പോസ്തലനാക്കണമെന്ന് പ്രാർത്ഥിച്ചതല്ല, സുവിശേഷനാക്കണമെന്ന് പ്രാർത്ഥിച്ചതല്ല. ദൈവം അവൻ നിയമിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടം കൊണ്ടല്ല, അവന്റെ ഇഷ്ടത്താൽ അവൻ അപ്പോയിന്റ് ചെയ്തിരിക്കുക. उनमें से किसी ने जाकर परमेश्वर से इस प्रकार से नहीं कहा कि मुझे आप इस प्रकार से नियुक्त करो प्रभु, परंतु वचन कहता है कि उसने उनको पहले से ही नियुक्त किया था। Praise the Lord. നാം കയ്യും കാലും ഇട്ട് അടിച്ചതുകൊണ്ട് നമ്മൾ ഒന്നുമായി തീരുന്നില്ല. ദൈവത്തിന് നമ്മെ ഓരോരുത്തരെ കുറിച്ച് ഒരു പ്രത്യേക വിളിയുണ്ട്. ആ വിളിക്കനുസരിച്ച് മാത്രമേ പോകാൻ പറ്റൂ. അതിന് ഇടത്തോട്ടോ വലത്തോട്ടോ നമുക്ക് തിരിയാൻ പറ്റത്തില്ല. हम अपने हाथ पांव मारने से हमारे जीवन में कुछ भी बदलावटों को हम नहीं ला सकते। परमेश्वर ने जैसे हमारे जीवन में ठहराया है, वही हम अपने जीवन में पूरा कर पाएंगे। നമ്മൾ ആരോടും ചോദിക്കേണ്ട, ആർ പോകും ഈ വേലയ്ക്കായി എന്ന് പറയേണ്ട ആവശ്യമില്ല. हमें किसी को पूछने की आवश्यकता नहीं है कि कौन मेरे सेवकाई के लिए जाएगा। അതിന് ജനത്തിന്റെ ഇമോഷണൽ ഫീലിങ്സ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പോകുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. लोगों के बीच में एक भावुक अनुभवों को लाकर उनके बीच में ऐसे प्रस्ताव रखने की आवश्यकता नहीं है। മത്തായി 9:37-38 എന്താ പറയുന്നത്? मत्ती के सुसमाचार 9 अध्याय उसके 27, 28 और 30 आयत में क्या कहते हैं? കൊയ്ത്തിനായിട്ട് വിളഞ്ഞു കിടക്കുകയാ, और खेत पके हुए हैं, कटनी വേലക്കാര് ചുരുക്കമാ. और मजदूर तोड़े पाए गए हैं। ഞാൻ കുറെ കാശ് കൊടുത്ത് കുറെ പേരെ വിടാമെന്നല്ല പറയുന്നത്. और वहां पर इस प्रकार से नहीं कह रहा कि मैं कुछ पैसे देता हूं और कुछ लोगों को बेचता हूं। ഇത് നല്ല അവസരമാണ്. മിഷൻ കുറെ ഡെവലപ്പ് ആയിക്കൊള്ളട്ടെ, കുറെ പേര് സഹായിക്കാനുണ്ട്, കുറെ പേരെ സൈക്കിളും മോട്ടോർ സൈക്കിളും കാറും കൊടുത്ത് വിടാമെന്നല്ല പറയുന്നത്. और ये अच्छा अवसर है, हमारी सेवकाई में थोड़ी बढ़ोतरी आ जाएगी, इसलिए कुछ लोगों को साइकिल और मोटरसाइकिल देकर भेज दे ताकि उसमें कुछ बढ़ोतरी आ जाए। അങ്ങനെ കൊടുക്കുന്ന കൊടുപ്പ് കഴിയുമ്പോൾ അവരവിടെ വേലയും നിർത്തും. और ऐसे देने के समय में, देने के पश्चात जब देना रुक जाता है तो उनकी सेवकाई भी रुक जाती हैं। പിന്നെ ചിന്തിക്കും ഇനി ആരെങ്കിലും നമുക്ക് തരാനുണ്ടോ എന്ന് चिंतिച്ചുകൊണ്ടിരിക്കും. और उसके पश्चात वे लोग सोचने लग जाते हैं कि और कोई है क्या देने के लिए। ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, यहाँ पर यीशु मसीह इस प्रकार से कहता है, കൊയ്ത്തിന്റെ യജമാനനോട് നിങ്ങൾ വേലക്കാരെ അപേക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. और आमीन, इस प्रकार से है कि उस खेत की मालिक से तुम प्रार्थना करो कि वो अपनी मजदूरों को भेजे। അപ്പൊ അപ്പോസ്തലനായ നമുക്ക്, വേലക്കാരായ നമുക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, യജമാനോട് പ്രാർത്ഥി, കർത്താവേ യോഗ്യരായരെ നീ അയക്കണമേ. इसलिए ये बात को हमें जानना जरूरी है कि जो प्रेरित हम हैं वो अपने आमीन स्वामी से प्रार्थना करे कि परमेश्वर अपने कटनी के लिए समय पर लोगों को भेजे। നമ്മുടെ സാമ്പത്തികമായ കപ്പാസിറ്റി കൊണ്ട് കുറെ പേരെ അയച്ചാൽ ആ സാമ്പത്തികം തീരുമ്പോൾ അവർ തിരിച്ചു പോരും, അവർ പിന്നെ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ദൈവം അയച്ചാൽ അവര് യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടായിരിക്കും പോകുന്നത്. यदि हम अपने बल से लोगों को भेजे तो वो बल जब खत्म हो जाते हैं, पैसे जब खत्म हो जाते हैं, तब वे लोग वापस आ जाएंगे। लेकिन परमेश्वर यदि लोगों को भेजे तो वो अपने कार्यों को कर कर वो लौट कर आएगा। യേശു തിരഞ്ഞെടുത്ത് അയച്ച ശിഷ്യന്മാരാരും പരാതി പറഞ്ഞിട്ടില്ല, കുറ്റം പറഞ്ഞിട്ടില്ല, പിറുപിറുത്തിട്ടില്ല. അവർ യേശുവിന് വേണ്ടി മരിച്ചു. और हम ये लोग हम ये बात को जानना जरूरी है कि हमें इन बातों के प्रति हमें कोई भी प्रकार की शिकायत करने की आवश्यकता नहीं है। യോഹന്നാൻ മാത്രമേ ഉള്ളൂ നാച്ചുറൽ ആയിട്ടുള്ള മരണം ആസ്വദിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. और यूहन्ना ही था जो एक स्वाभाविक या शारीरिक मृत्यु को अपने जीवन में प्राप्त किया था। ഞാൻ ഈ പറഞ്ഞതിന്റെ ചിന്ത, ഇന്നത്തെ ഈ സ്ട്രക്ചർ ഉടച്ചു വാർക്കാതെ ഒരു ഉണർവ് നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. आज मेरे कहने की तात्पर्य इतना ही है कि आज जो ढांचा आपने बनाया हुआ है उसको तोड़कर पुनर्निर्माण किए बिना भारत में एक जागृति की अवस्था आएगी या नहीं, इसके विषय में मैं सोच रहा हूं। കാര്യമായി ചിന്തിക്കണം. ദൈവം കർത്താവ് എന്നെ തിരഞ്ഞെടുത്തതാണോ
അതോ ഞാൻ കർത്താവിന്റെ പുറകെ മറ്റു മാർഗമൊന്നും ഇല്ലാതെ ഇറങ്ങി തിരിച്ചാണോ? हम अपने जीवन में बहुत आमीन गंभीरता से विचार करना जरूरी है कि परमेश्वर ने मुझे चुना हुआ है या और कोई उपाय ना रहने के समय में इस मार्ग को चुना था। അങ്ങനെ ഇറങ്ങി തിരിച്ചാണെങ്കിൽ നിങ്ങൾ അപകടകരമായ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. यदि आप बिना प्रभु की बुलाहट के आप प्रभु की उपस्थिति के सेवकाई के लिए निकल पड़े हैं तो आप बड़े खतरनाक स्थिति में आप अपने आप को देख रहे हैं। യേശു കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്താണെങ്കിൽ നിങ്ങളുടെ രക്തം ചൊരിയേണ്ടി വന്നാലും നിങ്ങൾ പിന്മാറുകയില്ല. यीशु मसीह ने यदि आपको चुना हुआ है तो आप अपने जीवन में चाहे आपको लहूलुहान होना पड़े तो भी आपके जीवन में से आपके निर्णयों में से आप कभी पीछे नहीं हटेंगे। കർത്താവിനെ നിങ്ങൾ തിരഞ്ഞെടുത്തല്ല, നിങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്താണെന്ന് ഒരു പ്രാവശ്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. और आपने परमेश्वर को चुना नहीं, परमेश्वर ने आपको चुना हुआ है। ये बात को एक और बार मैं आपको याद दिलाता ഈ हूँ। വിഷയം എനിക്ക് ഇനിയും സംസാരിക്കാനുണ്ട്, പക്ഷെ നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. ये विषय के प्रति मुझे और आपसे बातें करना था लेकिन हमारा समय यहाँ पर समाप्त हो रहा है। ഈ എന്നെ കർത്താവ് തിരഞ്ഞെടുത്തുള്ള ഉറപ്പും ധൈര്യമുണ്ടെങ്കിൽ നമ്മൾ അനിശ്ചിതാവസ്ഥയിലല്ല, അൺസർട്ടനിറ്റിയിലല്ല, പിന്നെയോ ഐ ആം അണ്ടർ ദ പ്ലാൻ ഓഫ് ഗോഡ്. यदि परमेश्वर ने मुझे चुना है उसके प्रति हम दृढ़ विश्वास और भरोसा करते हैं तो हमारे जीवन में कोई भी असमंजस की बातें नहीं है, परंतु हम परमेश्वर की उस अनंत योजना के अंदर रह रहे वाले हैं। 1000 എതിരാളികൾ എനിക്കെതിരെ വരട്ടെ, 1000 പിശാചുക്കൾ എനിക്ക് എതിരായി വരട്ടെ, കർത്താവ് എന്നോട് കൂടിണ്ട്. കാരണം എന്നെ അവൻ തിരഞ്ഞെടുത്തതാണെന്നുള്ള ഉറപ്പും ധൈര്യം നമുക്കുണ്ടായിരിക്കും. 1000 आमीन विरोध करने वाले लोग मेरे सामने क्यों ना आ जाए, परंतु परमेश्वर ने मुझे चुना है तो प्रभु मेरे कार्यों को पूरा करेगा। ये एक दृढ़ भरोसा और विश्वास हमारे जीवन में उठने दे। കാരണം അവന്റെ വാഗ്ദത്തമുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന്. और कारण उसका वायदा हमारे जीवन में है कि भयभीत ना हो, मत डर, मैं तेरा संग हूं। आमीन ऐसे वचनों को प्रभु हमें कहता है। പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു, അവയൊന്നും നിനക്ക് ഒരു ദോഷവും ചെയ്യുകയില്ല. और सांपों को बिच्छुओं को रौंदने का अधिकार मैं तुम्हें देता हूं, वे तुम्हारे ऊपर प्रभावित नहीं होंगे। കാരണം ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. कारण जो है इस दुनिया के अंत तक मैं तुम्हारा साथ रहने वाला परमेश्वर हूं। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസരമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഈ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യാം. इन वचनों के द्वारा प्रभु हम सभी को अनुग्रह और आशीष देने पाए। अगर समय मिले तो फिर से इसके विषय में हम चर्चा करेंगे।